അതേപോലെ വൈകുന്നേരമായപ്പം ഇന്നും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ മഴയൊക്കെ കുറച്ച് നേരം കണ്ടതിന് ശേഷം നമുക്ക് വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കടികളൊക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ട് തരം കടി ഉണ്ടാക്കുന്നുണ്ടോ, ഒരു മധുരത്തിൻ്റെ കടി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ തന്നെ എരിവുള്ള കടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിൻ്റെ കടിയായിട്ട് നമ്മൾ അടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, തേങ്ങയും ശർക്കരയൊക്കെ ചേർത്തിട്ടുള്ള അടയാണ്. പിന്നെ എരിവിൻ്റെ കടിയായിട്ട് നമ്മൾ പക്കവടിയാണ് കേട്ടോ. പിന്നെ ഈ രണ്ട് തരം കടി ഉണ്ടാക്കാൻ കാരണം ചിന്നവും കുക്കാണ് കേട്ടോ. കാരണം അവർക്ക് അധികം മധുരം ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പിന്നെ എരിവുള്ളതും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ മാവൊക്കെ കുറച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്കവടേൻ്റെ മാവ് ചിന്നു വരുന്നു കേട്ടോ, റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വാഴൻ്റെ ഇലയും കൊണ്ട് ഞാൻ ടേബിളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കാരണം പുറത്ത് നല്ല മഴയാണ്. പിന്നെ ഇച്ചുവും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എസ ബേബി നിലത്തിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ പരത്തിൻ്റെ ഇടയ്ക്ക് ഇച്ചും ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് ഓനും പരത്താൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ റെഡിയാക്കി എടുക്കുന്നത്. മൂമ്മ വരാൻ നേരത്തേന്ന് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്ത്. കാരണം എന്നാൽ നമുക്ക് നല്ല ചൂടോട് കൂടി കഴിക്കാലോ വിചാരിച്ചിട്ട് വൈകുന്നേരം കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തന്നെ ഓരോന്നായിട്ട് റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇച്ചും ഓരോ ഉരുളകളാക്കി എടുക്കുകയും പിന്നെ വായിലൊക്കെ ഇടുന്നതൊക്കെ കണ്ടു കേട്ടോ. അപ്പം ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മഴ പോയി വെയിലൊക്കെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് രണ്ട് ഗസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കൊണ്ട് എല്ലാം സൈനകത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പോകുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ കടിയും ഉണ്ടാക്കി, അതുപോലെ തന്നെ ചായയൊക്കെ കൊടുത്തിട്ടോ. അങ്ങനെ അവർ അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ അതിന് നമ്മളെ ഊഴാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അടയും കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്കവടയും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടയൊക്കെ ഞാൻ ടേബിളിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുകയാണ്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല മഴയത്ത് ചൂടുള്ള ചായയും കടിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമല്ലേ. അങ്ങനെ പിന്നെ ടേബിളിലേക്ക് നമ്മളെല്ലാം സെറ്റ് ചെയ്തു. പിന്നെ ഇച്ചു ടേബിളിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വലിയ വന്നതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ചായ കുടിക്കാണ്ടോ. പിന്നെ ചിന്നുവിനും കുക്കുനും അവിടെ നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മധുരം ഇഷ്ടപ്പെടാത്തവർ നല്ലോണം കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.